അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ സൗഹൃദ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്ക് ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ, സാമ്പത്തികമായ, സാമൂഹികമായ കൂട്ടായ്മയാകാം, ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗളമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവരുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ, അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എനിക്കങ്ങയെ എന്തുമാത്രം മധുരമായിട്ട് തോന്നുന്നു, എനിക്കങ്ങയെ എന്തുമാത്രം ആരോഗ്യമായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങയെ എന്തുമാത്രം സുഗന്ധമായിട്ട് തോന്നുന്നു, അത്രയും അങ്ങയുടെ മക്കൾക്ക്, ഞാൻ സംസാരിക്കുന്ന മക്കൾക്കും അതേ രീതി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങയെ അവർക്ക് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാമായ ക്രിസ്തുവിനെ, എന്തിനും പോകുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും ചേരുന്ന ക്രിസ്തുവിനെ, എല്ലാത്തിനും മരുന്നായ ക്രിസ്തുവിനെ, കർത്താവേ, പരിശുദ്ധമ്മേ, എല്ലാ മക്കളും ലഭിക്കാനും അതുവഴി പരപിതാവ് മഹത്വപ്പെടാനും നീ ക്രിസ്തുവിനെ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടും ചേർത്തുകൊണ്ടും മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സമയബന്ധിതമായി നിൻ്റെ വിഷയത്തിന് മേൽ ദൈവം നിറവേറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പം അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും. ഇപ്പം ഈ പത്രോസ് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അങ്ങക്ക് എല്ലാം അറിയാമെന്ന് പറയണില്ലേ. അപ്പോൾ ഈ പ്രതിഫലം നൽകുന്നതിൻ്റെ പിന്നിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രൈവറ്റ് നോളജ് ഉണ്ട്. നിൻ്റെ അപ്പന് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഇല്ലാത്തൊരു നോളജ്, നിൻ്റെ സഹപ്രവർത്തകർക്ക് ഇല്ലാത്ത നോളജ്, നിനക്കും ദൈവത്തിന് മാത്രം അറിയാവുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സീക്രട്ട് നോളജ്. എന്താണ്? എൻ്റെ ദൈവത്തിന് അതിലാണല്ലോ ഈ ആൾക്കാർ ജീവിക്കണത്. ചില ആൾക്കാർ പറയാലേ, അറിയേണ്ടവൻ അറിയുന്നുണ്ട്, അങ്ങനെ അറിയുന്നില്ലേ. അതായത് ഇപ്പം എന്ത് സംഭവിച്ചാൽ ഞാൻ ഇപ്പം കണക്കെഴുതി വെക്കണം. ചില ആൾക്കാർ പേപ്പറെ കണക്കെഴുതി, ചില കണക്കെഴുതത്തില്ല. കുടുംബത്തിന് വേണ്ടി അനിയനെ പഠിപ്പിച്ച കാര്യവും പിന്നെ സ്വന്തം വൈഫിൻ്റെ കെട്ടുതാലി വരെ വിറ്റ് അനിയത്തിക്ക് പെങ്ങൾക്ക് ശ്രീധനം കൊടുത്ത കാര്യവും ഇതൊന്നും അവസാനം വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പനും അമ്മയും ഓർക്കണമല്ല, അറിയത്തില്ല. അവർക്കറിയാം, പക്ഷേ അവർ അത് പറയണമെങ്കിൽ മറ്റേ മക്കളുടെ തള്ളിപ്പറഞ്ഞ പോലെ ഇരിക്കും, ചേട്ടൻ്റെ കൂടെ നിൽക്കണ പോലെ ഇരിക്കും. അതുകൊണ്ട് ചേട്ടന്മാരാണ് മിക്കവാറും അപ്പന്മാർ തള്ളിക്കളയണത്. എന്നിട്ട് ഇതാണ് അവർ നിൽക്കുന്നത് ഇളയ മകൻ്റെ കൂടെ ആയിരിക്കുമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം. അപ്പോഴേ ഈ ചേട്ടൻ പറഞ്ഞൊരു വർത്താനാണ്. എന്താണ്? അപ്പനും അറിയത്തില്ല, പക്ഷെ അറിയേണ്ടവനൊക്കെ അറിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന്. ശരിയാ. എത്ര പേരുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ അറിയേണ്ടവ മാത്രം അറിഞ്ഞിട്ട് അതിൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പം നിൻ്റെ രഹസ്യങ്ങൾ അപ്പനറിയണം നിർബന്ധമില്ല. നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും അമ്മയ്ക്ക് അറിയണം നിർബന്ധമില്ല. കാര്യം എന്താ? അമ്മയെ നോക്കിയാണ് നിൻ്റെ പഠനം നീ കളഞ്ഞത്. മക്കളെല്ലാവരും പോയി പഠിച്ചു, അവരെല്ലാം രക്ഷപ്പെട്ടു. അമ്മയെ നോക്കാൻ നിന്ന് നീ അവസാനം ഇപ്പം അമ്മയുടെ ഓഹരി പോലും നിനക്ക് കിട്ടാത്ത കണ്ടീഷനായി. എന്താ കാര്യം? അമ്മയ്ക്കിപ്പോൾ ബോധമില്ല. ആരും അറിയത്തില്ല. അപ്പോഴാണ് നീ പറയണത് എന്താണ്? അമ്മക്ക് പോലും അറിയാൻ പാടില്ല, പക്ഷെ അറിയേണ്ടവൻ അറിയും, രഹസ്യങ്ങൾ അറിയും. ഇതുപോലെ പക്ഷെ ഇത് ചെയ്യുമ്പോൾ വെക്കണം ചെയ്യേണ്ടത്, ചെയ്യണ കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളും ദൈവവും തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു പ്രൈവറ്റ് നോളജ്, ഒരു ഡയറി ഉണ്ടാകണം. ഒരു 3 വചനങ്ങൾ ബൈബിളിലുണ്ട് അങ്ങനെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:4. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതൊരു കാറ്റഗോറിക്കലായിട്ടുള്ള ബൈബിൾ അപ്രോച്ചാണ്. നിനക്കും നിൻ്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. എൻ്റെ ദൈവപൈതലെ, നീയും ദൈവവും തമ്മിലുള്ള ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ആസ്തിഭദ്രതയിൽ നിന്നാണ് നിനക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യം കിട്ടാൻ പോകുന്നത് എല്ലാ അവസ്ഥകളിലും. താങ്ക് യു. കൃപാസന പ്രസാദപര മാതാവിനും ഉണ്ണീശോയ്ക്കും
ആയിരം നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ എന്നെ ഇടയാക്കിയതിന് ആദ്യമേ നന്ദി. എൻ്റെ പേര് സുജ ഡാനിയേൽ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു. 2021 മാർച്ചിൽ ആദ്യമായി ഈ പള്ളിയിൽ വരാൻ എനിക്ക് സാധിച്ചു. അന്ന് വന്ന് കൊറോണ കാലമായതിനാൽ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ നിന്നും നേർച്ച വസ്തുക്കളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാർഡും എല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി. അന്ന് മുതൽ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടി സാക്ഷ്യങ്ങളും ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ സാക്ഷ്യവും ധ്യാനവും ഒക്കെ കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ മോള് പറയും, 2022 +2 എക്സാം സമയമായപ്പോൾ, മോളെ അമ്മ പോയി ഉടമ്പടി എടുക്കുക, എൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാൻ പറയും, മനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോൾക്ക് വേണ്ടി, എല്ലാം മാതാവ് നടത്തിത്തരും. അപ്പോൾ എൻ്റെ മോള് പറയും, മമ്മിക്ക് ഒരു ദിവസം പോകാൻ മാതാവ് തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമെന്ന് എൻ്റെ മോളൊന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നും ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2022 ഏപ്രിലായപ്പോൾ എനിക്ക് അതിഭയങ്കരമായ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 15 ദിവസമായിട്ട് തലകറങ്ങുന്ന അവസ്ഥ വരെ എത്തി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുകയും ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ചെയ്തു. സ്കാൻ ചെയ്യാനും ഒരുപാട് ടെസ്റ്റുകൾക്കും, ക്യാൻസർ ടെസ്റ്റ് എല്ലാവിധ ടെസ്റ്റുകൾക്കും എഴുതി തന്നു. ഒരാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഗുളികകളൊക്കെ എഴുതി തന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ റിസൾട്ടുമായിട്ട് ചെന്നു. അപ്പോൾ എൻ്റെ എൻഡോമെട്രിയം ഒരു 14 മില്ലിമീറ്റർ സൈസ് തിക്കൻഡായിരുന്നു. അത് നോർമലെന്ന് പറഞ്ഞാൽ 4നും 7നും ഇടയ്ക്കായിരിക്കണം ആ സമയത്ത് ആ തിക്കൻസ് വേണ്ടത്. എൻ്റെ ഓവറിയിലും 4.2 സൈസിൽ ഒരു ഓവേറിയൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞു, സഹോദരി ഇപ്പം തന്നെ നിങ്ങൾ അഡ്മിറ്റ് ആകുക, നിങ്ങൾക്ക് ഡിയാൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എൻ്റെ മകളുടെ +2 എക്സാം നടക്കുകയാണ്, എനിക്കിപ്പോൾ അതിന് സാധിക്കുകയില്ല. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ നിരൂപിച്ചു, കൃപാസനത്തിൽ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം, എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരുമെന്ന് ഞാൻ അപ്പോൾ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു. 2022 ഏപ്രിൽ 28 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാവിധ ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നോ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, എങ്കിൽ താങ്കൾ 3 മാസം ഡിയാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, 3 മാസം കഴിഞ്ഞെങ്കിൽ താങ്കൾ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കുക. 3 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഈ 14 മില്ലിമീറ്റർ ഉണ്ടായിരുന്ന എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വെറും 4 മില്ലിമീറ്റർ സൈസായിട്ട് കുറഞ്ഞു. അത് കണ്ട് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് എന്ത് പെട്ടെന്നാണ് ഇത് കുറഞ്ഞത്, ഇനിയും ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യം വരില്ലല്ലോ. അതുപോലെ എൻഡോമെട്രിയത്തിൻ്റെ സൈസ് 4.2 സൈസിൽ നിന്നും അതതിൻ്റെ ഹാഫായിട്ട് കുറഞ്ഞു മാറി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, 3 മാസം കഴിഞ്ഞ് താങ്കൾ ഒന്നുകൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, ഓവേറിയൻ സിസ്റ്റ് എത്രയോളം വലിപ്പത്തിലായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 3 മാസത്തിന് ശേഷം ചെയ്തില്ല. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ അടിവയറ്റിൽ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 6 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഓവേറിയൻ സിസ്റ്റ് അവിടെ ഒന്നും കാണാൻ തന്നെ ഇല്ലായിരുന്നു. അത്രയ്ക്ക് മേൽ അത് ചുങ്ങിപ്പോയിരുന്നു, ഒന്നുമില്ലായിരുന്നു. എൻഡോമെട്രിയൻ നോർമലിലേക്ക് മാറിയപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. മാതാവിന് സ്തുതി, സ്തോത്രം. അതുപോലെ എൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നതിൽ ആദ്യം വെച്ച ഉടമ്പടിയിലെ 2 നിയോഗം മാത്രമേ എൻ്റെ സാധിച്ചു കിട്ടിയുള്ളൂ. രണ്ടാമത്തെ നിയോഗം, എൻ്റെ മകൻ കാനഡയിൽ 2019 BBA പഠിക്കാൻ വേണ്ടി പോയി. 2022 എൻ്റെ മോൻ്റെ പഠിത്തം പൂർത്തീകരിക്കാറായി. അപ്പോൾ ഞാൻ എന്നും പറയും, മകനെ നീ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം. മമ്മി എൻ്റെ കൂട്ടുകാരൊക്കെ 2 വർഷത്തെ കോഴ്സിനാണ് പറഞ്ഞത്, ഞാൻ 3 വർഷം പഠിച്ചില്ലേ, അതൊക്കെ മതി എന്നായിരുന്നു അവൻ്റെ ഇത്. പക്ഷേ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മകൻ്റെ മനസ്സൊന്ന് മാറണം, അവൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാനും എൻ്റെ മനസ്സിന് തോന്നിപ്പിച്ച് കൊടുക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവന് പഠിത്തം കഴിഞ്ഞു. ഞാൻ നിയോഗം വെച്ചത് പ്രമാണിച്ച് എൻ്റെ കുഞ്ഞിന് ആമസോൺ എന്ന കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത് ഇവൻ മാത്രം അവിടെ വെറും ബാച്ചലർ ഡിഗ്രിയേ ഉള്ളൂ, എല്ലാവരും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരാണ്, എൻ്റെ ഈ പഠിത്തം കൊണ്ട് ഒന്നും ആകില്ല എന്ന് അവന് മനസ്സിലായി. അന്ന് തന്നെ അവൻ തീരുമാനിച്ചു എനിക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കണമെന്ന്. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവന് പഠിക്കണമെങ്കിൽ അവന് PR കിട്ടിയെങ്കിൽ മാത്രമേ അവൻ്റെ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ, അതില്ലെങ്കിൽ ഒരുപാട് ഫീസാകും. എൻ്റെ കുഞ്ഞ് അവിടെ നിന്നും ഒട്ടാവ എന്ന പ്രോവിൻസിൽ നിന്നും അവനെ വേറൊരു പ്രോവിൻസിലേക്ക് മാറി. അവിടെ ചെന്നാൽ PR പെട്ടെന്ന് കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്, ഈ ഏപ്രിൽ
മാസത്തിലാണ് എൻ്റെ കുഞ്ഞ് അവിടേക്ക് പോയത്. 1600 കിലോമീറ്റർ സ്വയം ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, മമ്മി എനിക്ക് കിട്ടത്തില്ല, ഇവിടെ ഒന്നും ജോബൊന്നുമില്ല, ഞാൻ പഠിച്ച ഒരു ജോലിയും എനിക്കിവിടെ കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല മക്കളെ, എൻ്റെ കുഞ്ഞിന് കിട്ടും, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, നീ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ആദ്യം 1-2 ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അവിടെ ചെന്നപ്പോൾ അവനത് സെലക്ഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോനെ നീ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് തീർച്ചയായും എൻ്റെ മോനെ സെലക്ഷൻ കിട്ടും. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞ് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. മോൻ നാട്ടിൽ ഡിസംബർ വെക്കേഷൻ സമയത്ത് ഞാൻ ഉപ്പ്, തേന എല്ലാ നേർച്ച വസ്തുക്കളും കൊടുത്തു വിട്ടിരുന്നു. മോനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഇത്തിരി ഉപ്പും കൂടെ എടുത്തുകൊണ്ട് പോകാം, സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഇത്തിരി ഉപ്പിട്ട് സർവശക്തിയുള്ള പിതാവെ പ്രാർത്ഥന ചൊല്ലി എൻ്റെ മോൻ ഇൻ്റർവ്യൂവിന് കയറണം. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ഓക്കെ മമ്മി, ഞാൻ അതുപോലെ അതിപ്രകാരം ചെയ്തു കൊള്ളാം. ആടെ കനേഡിയൻ ഓഫീസാണ്, ഒരു കമ്പനിയാണ്. ആകെ 10 പേര് വന്നിട്ടുണ്ട്. ആകെ അതിൽ 9 പേരും കനേഡിയൻസ്. ഈ മോൻ മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യൻ മലയാളിയായിട്ട്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് കിട്ടുകയൊന്നുമില്ല, ഞാൻ അവിടെ വന്നവരൊക്കെ എന്നെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, ഞാൻ വെറും ചെറിയ പ്രായമാണ്, എനിക്ക് കിട്ടില്ല മമ്മി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മക്കളെ പ്രാർത്ഥിക്കും, ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും, മക്കളും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്തെല്ലാമോ അവൻ നന്നായിട്ട് ഇൻ്റർവ്യൂ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ടും വീണ്ടും അവന് യാതൊരു വിശ്വാസമില്ല അവന് കിട്ടുമെന്ന്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു രോഗി സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന ഓൺ ദ വേയിലായതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ട് പറയുകയാണ്, മമ്മി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി, അവർ പറഞ്ഞതിനെക്കാട്ടിലും $1 കൂടെ കൂട്ടിയാണ് എനിക്ക് അവർ ഓഫർ ചെയ്തിരിക്കുന്നതാണ്. മാതാവിന് സ്തുതി, അമ്മയെ സ്തുതി, 1000 നന്ദി. അപ്പോൾ മോൻ തന്നെ പറയുകയാണ്, മമ്മി അവിടെ അങ്ങനെ ഒരു വേക്കൻസി എനിക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ അത്രയും എന്നെക്കാട്ടി എക്സ്പീരിയൻസ്ഡ് ആയ കനേഡിയൻസ് വന്നിട്ട് അവരെ ആരെയും സെലക്ട് ചെയ്യാതെ എന്നെ മാത്രം എവിടെ സെലക്ട് ചെയ്ത് അത് അമ്മ തന്ന അനുഗ്രഹം തന്നെയാണ്. അത് മോന് ഒത്തിരി വിശ്വസിക്കുന്നു. മോന് എപ്പോഴും പ്രാർത്ഥന ചൊല്ലുക, എപ്പോഴും ഞാൻ വിളിക്കുമ്പം ചോദിക്കും, മക്കളെ ബൈബിൾ വായിച്ചോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചോദിച്ചു, എല്ലാം നന്നായിട്ട് എൻ്റെ മക്കൾ ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ കുഞ്ഞിന് പിന്നെ എൻ്റെ മകൾക്കതുപോലെ ബ്രദറിൻ്റെ മകന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവനൊരു ജോലിക്ക് വേണ്ടി, ആ കുഞ്ഞിനൊരു ജോലി കിട്ടി. അതുപോലെ എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ മകൾ ഈ ജൂൺ ഞാൻ നിയോഗം വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചു. ഈ ജൂൺ മാസം 2nd വീക്കിൽ എൻ്റെ മകൾ അതിഭയങ്കര പനിയായിട്ട്, ഒരു സാറ്റർഡേ പനിയായി. ഹോസ്പിറ്റലിൽ സൺഡേ കൊണ്ടുപോയി. അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ TLC കൗണ്ട് വളരെ കുറവായിട്ട് കാണിച്ചു. അപ്പോൾ അഡ്മിഷൻ പറഞ്ഞു. അഡ്മിഷന് വേണ്ടി ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇന്ന് സൺഡേ ആണ്, ഞങ്ങൾ നാളെ വരാം. അങ്ങനെ മൺഡേ വന്ന് അഡ്മിറ്റായതിനു ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലായിരുന്നു. പക്ഷേ അത് വളരെ വളരെ കുറഞ്ഞ് താഴ്ന്നുകൊണ്ടിരുന്നു. അത് 2,70,000 നിന്നും കുറഞ്ഞ് അത് താഴോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ പനി അതിഭയങ്കര പനിയായിരുന്നു. 104 അതിക്കുള്ളൊട്ടും പനി താഴോട്ട് കുറയത്തില്ല. എപ്പോഴും 104, 102. ഈ പനി കൂടുമ്പോൾ എൻ്റെ കുഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും, മമ്മി ഞാൻ മരിച്ചു പോകുമോ എന്ന് വരെ എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കും. ഞാൻ പറയും, മക്കളെ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി തൈലം തേച്ച് എൻ്റെ കുഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കും. എൻ്റെ മക്കൾക്കൊന്നും വരില്ല, മക്കൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കൊന്തയെടുത്ത് കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മൺഡേ അഡ്മിറ്റായി. വെള്ളിയാഴ്ച ദിവസമായപ്പോൾ എൻ്റെ കുഞ്ഞിന് അതിഭയങ്കര പനി. 6 അവേർലി ഡോളോ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ടും പനി കുറയുന്നില്ല. വൈകുന്നേരം 6 o'clock ഇഞ്ചക്ഷൻ ടാബ്ലറ്റ് ഡോളോ കൊടുത്തു. അത് കഴിഞ്ഞ് പനി 104 പോകാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിരുന്ന് കോൾഡ് സ്പഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 മണിയായപ്പോൾ വീണ്ടും പനി വളരെയധികം കൂടി. ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, മോക്ക് പനി വളരെയധികം കൂളാണ്. അവർ വന്ന് ഇഞ്ചക്ഷൻ, പാരസിറ്റാമോൾസിൻ്റെ ഇഞ്ചക്ഷൻ ഇട്ടു. ഞാനപ്പോൾ അമ്മയോട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ 1 വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഞാൻ അമ്മയുടെ തിരുസന്നിധിയിൽ ഹോസ്പിറ്റലിൽ പോലും ഞാൻ 1 ദിവസം പോലും എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, അച്ഛൻ്റെ ധ്യാനം മുടക്കിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഇരുന്ന് പോലും അമ്മ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. 6 മണിക്കാണ് ഞാനിങ്ങനെ പറയുന്നത്. എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ ഇട്ടു. ഞാൻ പറഞ്ഞു, മാതാവേ 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനി 97.8 എനിക്കാക്കി തരണം. ഞാൻ വളരെയധികം വേദനയോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ആ സമയത്ത് മോളുടെ പപ്പയും ഉണ്ടായിരുന്ന ആശുപത്രിയിൽ. ഞങ്ങൾ 2 പേരും കൈവിരിച്ച് നിന്ന് സർവശക്തിയുള്ള പിതാവെ പ്രാർത്ഥന ചൊല്ലി ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനി ഞാൻ അപ്പോഴും കോൾഡ് സ്പഞ്ചിങ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ 9 മണി 10 മണി എന്നാണ് സമയം പറഞ്ഞത്.
9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയപ്പോൾ ഞാൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ 97.8. ഞാൻ പറഞ്ഞു, അമ്മ ഇനി എൻ്റെ കുഞ്ഞിന് ഇനി പനി ഉണ്ടാകാൻ പാടില്ല, ഞാൻ ഇത്രമേലും ഞാൻ വിഷമിച്ച് 8 ദിവസമായിട്ട് എൻ്റെ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് എൻ്റെ കുഞ്ഞ് പനിയായിട്ട് വിഷമിക്കുകയാണ് എൻ്റെ കുഞ്ഞ്. അത് കഴിഞ്ഞ അതിന് ശേഷം പിറ്റേ ദിവസം ഫ്രൈഡേ ആയി വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റൽ കൗണ്ട് 1,30,000 കുറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ ദിവസവും സാമ്പിൾ എടുത്തു വിടുമ്പോൾ ഞാൻ അതിൽ അമ്മയുടെ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൊടുത്തു വിടുന്ന സാമ്പിൾ. ഞാൻ പറഞ്ഞു, അമ്മയെ ഇനി ഇതിന് കുറയാൻ പാടില്ല, എൻ്റെ കുഞ്ഞിന് ഇനി പ്ലേറ്റൽ കൗണ്ട് ഒട്ടും കുറയരുത്. ശനിയാഴ്ച ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിൻ്റെ പനി പിന്നെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ശകലം പോലും പനി വന്നില്ല. ഒരു എപ്പിസോഡ് മാത്രം എൻ്റെ കുഞ്ഞിന് പനി വന്നു. അതിനുശേഷം പനിച്ചില്ല. എൻ്റെ കുഞ്ഞ് സൺഡേ ആയപ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആയി. പ്ലേറ്റൽ കൗണ്ട് 1,30,000 പോയത് എൻ്റെ കുഞ്ഞിൻ്റെ പ്ലേറ്റൽ കൗണ്ട് 1,70,000 മാറി. എൻ്റെ കുഞ്ഞിനെ മൺഡേ തന്നെ ഡിസ്ചാർജ് ചെയ്തു. അവളുടെ ക്ഷീണമൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞ്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 സ്തുതി. അതുപോലെ എൻ്റെ മോളുടെ തന്നെ ഒരു കാര്യം, എൻ്റെ കുഞ്ഞ് ഓൺലൈനായിട്ട് പഠിച്ചത് നിമിത്തം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഒട്ടും കാണുന്നില്ലായിരുന്നു. ദൂരെയുള്ള ഒന്നും കാണാൻ പറ്റുകയില്ല. അപ്പോൾ ആദ്യം 2-3 തവണ കൊണ്ടുവന്ന് അവിടെ പവർ ചെക്ക് ചെയ്ത് കണ്ണിൻ്റെ. അപ്പോഴൊക്കെയും ഡോക്ടേഴ്സ് പറയും, മോളുടെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ, കണ്ണാടി വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോഴീ കുഞ്ഞിന് കാണാൻ സാധിക്കുകയില്ല. അപ്പോഴും വീണ്ടും ഒരു പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലാണ് തിരുവല്ലയിലെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എങ്കിൽ ഓക്കെ മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒന്നുകൂടി കണ്ണിൽ ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, അത് ഒഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്ടർ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം കൺപോളകളിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടേ ഞാൻ അപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിന് കിട്ടിയത് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ പവർ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ണാടി വെച്ചാൽ തീരുന്ന ഒരു പ്രശ്നമായിരിക്കണം, അത് മാത്രമേ ഉണ്ടാകാവൂ, വേറെ ഒന്നും. അതിനു മുമ്പ് എത്ര വട്ടം 3 പ്രാവശ്യം പവർ ചെക്ക് ചെയ്യുന്നതൊക്കെയും എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല പവറിന്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അവിടെ സാക്ഷ്യം പെടുത്തിയേക്കാമെന്ന് പറഞ്ഞു. 4-ാമത്തെ പ്രാവശ്യം പവർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് നേരിയ വേരിയേഷൻ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട മോളെ, നിൻ്റെ കണ്ണിന് 3 മാസം കണ്ണാടി വെച്ചാൽ അത് കഴിഞ്ഞ് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ മോളിപ്പോൾ കണ്ണാടി വെച്ചു, കാഴ്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല, കണ്ണാടി കൊണ്ടിരിക്കുന്നു, പഠിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനും യേശുപ്പനും 1000 നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ല, ഞാൻ എന്തിനാ ഇനിയും കൊണ്ട് പിന്നെ പത്തനംതിട്ട നിന്ന് ആലപ്പുഴ വേറെ വരേണ്ടത്, വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇരിക്കുക. അതാ വിഷയം. അപ്പോൾ പന്നിയുടെ ഒരു ബുദ്ധിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ഭക്തൻ്റെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ വിഷയം മാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സത്യസന്ധരായിരിക്കണം ദൈവതിരുസന്നിധിയിൽ. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തി ഉണ്ടാകണം. അമ്മ എന്താ പറയണത്? Luka 1:50 എന്താ വായിച്ചു കേട്ടത്? അവിടുത്തെ കാരുണ്യം പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൈവത്തിന്റെ കാരുണ്യം തലമുറകൾ തോറും. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്തുജിനോ ഇല്ലേ, ക്രിസ്തുജിനോ എന്ന് പറഞ്ഞില്ലേ, ആദ്യം കോവിഡ് വന്ന് A+, A1, A2 പരീക്ഷയ്ക്ക് കോവിഡ് വന്ന് അത് കുളമായി. B1, B2 പരീക്ഷയ്ക്ക് കൽക്കട്ടയിൽ പോയപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലായി. പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ നിന്ന് വന്ന അവസ്ഥ വന്നു. കാര്യം തളർന്ന് തടി പോലെ കിടക്കില്ലേ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും മെറിറ്റെല്ലാം പോയി കഷ്ടപ്പാടായി. പിന്നെ എങ്ങനെയാണ് ഇവൾ ജയിച്ചത്? ഇതൊന്നുമില്ലാത്ത ആൾക്കാർ, ഒരു കോവിഡും ഇല്ല, ഒരു ഫുഡ് പോയ്സണും ഇല്ലാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കണില്ലല്ലോ. ഈ ക്രിസ്ത്യജനെ എങ്ങനെ ജയിച്ചതെന്ന് പറഞ്ഞു നിങ്ങൾ? ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവിടുത്തെ അമ്മയാണ്, അവളെടുത്തിട്ടില്ല. പക്ഷെ ആ ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു, അതാണ് പ്രശ്നം. അമ്മയെടുത്ത ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് ആ വിശ്വസിക്കുമ്പോൾ അവൾക്ക് ആ ഷെയർ കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവൾ സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉറപ്പായി, അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ. അത് ആ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താ സംഭവം? അമ്മ ഉടമ്പടി എടുത്ത് എങ്ങനെ ക്രിസ്റ്റിക്ക് കിട്ടണം? എങ്ങനെയാണ്? അത് മാതാവിൻ്റെ ഈ വെളിപാടാണ്. സങ്കീർത്തനം 103:18 വായിച്ചില്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം 17-ാം തിരുവചനം.
എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അമ്മ പറയണത്, പരിശുദ്ധമ്മ പറയണത്. ലുക്ക 1:50 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നുള്ള സംഭവം, അതായത് സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മ ആക്കിയതല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. ഇപ്പം തലമുറയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവൾക്കുടെ മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും. പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ധിക്കണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോട് ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണതാരാണ്? ഇവർ ആലപ്പുഴ സോറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഉടമ്പടി എടുക്കും. പക്ഷെ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ. 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടിയുടെ ഒരു കാര്യവും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടേക്ക് ഒന്ന് അവരെ കയ്യോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് ഫോറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളമടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ ഒരു പണിയും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നുമ്പോൾ സംഭവമുണ്ട്.